ചർച്ചയിലേക്ക് ശ്രീ നിസാം സെയ്ദ് കൂടി നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ നിസാം സെയ്ദ്, പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനുള്ള നീക്കം ആയിട്ടാണ് KPCC അധ്യക്ഷനെ മാറ്റാനുള്ള തീരുമാനത്തെ നേരത്തെയൊക്കെ വിശേഷിപ്പിച്ചത് ശ്രീ ജോർജ് പൊടിപ്പാറയെ പോലെയുള്ളവരൊക്കെയും. പക്ഷെ നോക്കൂ, താഴെത്തട്ടിൽ പ്രവർത്തനം സജീവമല്ല എന്നത് ഏജൻസി റിപ്പോർട്ടുണ്ട്. ഈ KPCC അധ്യക്ഷൻ KPCC ഭാരവാഹികളെ പുനഃസംഘടന സംബന്ധിച്ചുള്ള ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചു, നടന്നില്ല. DCC പുനഃസംഘടനയുടെ കാര്യം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു, അത് നടന്നിട്ടില്ല. ഒഴിഞ്ഞു കിടക്കുന്ന പദവികൾ നികത്തിയിട്ടില്ല. അതൊന്നും ചെയ്യാതെ സംഘടന പുനരുജ്ജീവിപ്പിക്കാൻ അധ്യക്ഷനെ മാറ്റുന്നത് മാത്രമാണ് പരിഹാരം എന്ന ഒരു തീരുമാനത്തിലേക്ക് AICC എത്തിയത് എങ്ങനെയായിരിക്കും? അവിടെ കെ സുധാകര വിരുദ്ധ പക്ഷത്തിന്റെ വിജയമായി ഈ നേതൃമാറ്റം നടക്കുകയാണെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ഇടവരില്ലേ? സുധാകര വിരുദ്ധ പക്ഷത്തിന്റെ ഒരു വിജയമായി വ്യാഖ്യാനിക്കുക എന്നത് വളരെ ലളിതമായ, വളരെ ഉപരിപ്ലവമായ ഒരു കാര്യമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ സുധാകരൻ പ്രസിഡന്റായ ഒരു സാഹചര്യത്തെ കുറിച്ച് നാം ആലോചിക്കണം. തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് അണികൾക്കും പൂർണ്ണമായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിലാണ് സുധാകരൻ KPCC പ്രസിഡന്റ് ആകുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ജ്വലിപ്പിച്ചു നിർത്താനും കോൺഗ്രസിനെ ഒരു സമര സംഘടനയായി മാറ്റുന്നതിലും വലിയൊരളവിൽ സുധാകരൻ വിജയിച്ചു എന്ന് തന്നെയാണ് എന്റെ പക്ഷം. 2016-2021 കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം അസംബ്ലിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ 2021 ശേഷം കേരളത്തിലെ പ്രതിപക്ഷം തെരുവിൽ വളരെ സജീവമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. സെമി കേഡർ പാർട്ടിയാക്കും എന്നൊക്കെ പറഞ്ഞതിൽ വിജയിച്ചില്ലെങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസം പകരാനും അതിനെ സമരരംഗത്ത് വളരെ സജീവമായി നിലനിർത്താനും ഉള്ള വലിയ വിജയമാണ് സുധാകരൻ നേടിയത്. അങ്ങനെ സുധാകരൻ തന്റെ റോൾ വളരെ വ്യക്തമായി നിർവഹിച്ച ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ് എന്നുള്ളതാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടത് വളരെ കൃത്യമായി സാമുദായിക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന, സാമുദായിക സൗഹൃദങ്ങളെ കോൺഗ്രസിലേക്ക്, സാമുദായിക സമവാക്യങ്ങളെ കോൺഗ്രസിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതൃത്വത്തിന്റെ ആവശ്യം കോൺഗ്രസിനുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് വേണ്ടി നടത്തിയ പല പഠനങ്ങളിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തിയായിരുന്ന സാമുദായിക സമവാക്യങ്ങൾ പല രീതിയിൽ ഇപ്പോൾ ഇല്ലാതാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ വിഭാഗത്തിന് കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ അനാഥത്വം അനുഭവിക്കുന്നു എന്നുള്ളതും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് നടത്തിയ പഠനങ്ങളിൽ നിന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. KM മാണിക്കും AK ഉമ്മൻചാണ്ടിയുടെയും വിയോഗത്തിന് ശേഷം കേരളത്തിലെ ക്രൈസ്തവർ ഒരു നേതൃത്വപരമായ ശൂന്യത, ഒരു അനാഥത്വം അനുഭവപ്പെടുന്നു. ആ അനാഥത്വത്തിലേക്ക് കടന്നു കയറുവാൻ BJP ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നു. അതിന് അനുവദിക്കാതെ കേരളത്തിലെ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ് എന്നൊരു ബോധ്യം ഹൈക്കമാൻഡുണ്ട്. അതുപോലെ തന്നെ നാം എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കഴിഞ്ഞ കുറെ കാലമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗതമായ രീതികൾ ഒഴിവാക്കി സാമുദായിക നേതാക്കന്മാരുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച് ആ സാമുദായിക നേതാക്കന്മാരെ CPM-ലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ സമയം, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്. പരമ്പരാഗതമായി CPM അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ലായിരുന്നു. EMSന്റെ ഒക്കെ കാലത്ത് നമുക്ക് സംഭവിച്ചിരുന്ന അറിയാം. EMS ഒന്നും സാമുദായിക നേതാക്കന്മാരുടെ തോളിൽ കൈയിട്ടുകൊണ്ടല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിരുന്നത്. അവർ നേരിട്ട് സമുദായത്തിലെ ജനങ്ങളോട് സംവദിക്കാനാണ് തയ്യാറായിട്ടുള്ളത്. പക്ഷെ പിണറായി വിജയൻ ശ്രമിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടേതാവട്ടെ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളുടേതാവട്ടെ, വെള്ളാപ്പള്ളി നടേശരി ആവട്ടെ, ഇങ്ങനെയൊക്കെയുള്ള സാമുദായിക നേതാക്കന്മാരെ ഒത്തുനിർത്തിക്കൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനാണ് ശ്രമിച്ചത്. അതിനെ നേരിടാൻ കഴിയുന്ന, അതിനെ തടയിടാൻ കഴിയുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുവാൻ കഴിവുള്ള ഒരു കോൺഗ്രസ് നേതൃത്വം, ഒരു നേതൃത്വം കോൺഗ്രസിനുണ്ടാവണം എന്ന് കോൺഗ്രസ് നടത്തിയ വിവിധ പഠനങ്ങളിൽ നിന്നും ബോധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ നിസാം സെയ്ദ്, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നോക്കൂ, ഈ 2ാം പിണറായി സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതിനിടയിൽ കടന്നുപോയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുണ്ട്. ഈ ഇടതുപക്ഷം ആ തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു. അതിനെയൊക്കെ ഫലപ്രദമായി നേരിട്ട കോൺഗ്രസ് നേതൃത്വമാണല്ലോ ഇവിടെയുള്ളത്. അങ്ങനെയാണല്ലോ വെപ്പ്. നോക്കൂ, നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നൻ ജയം, ഇതിനൊക്കെ
KPCC അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരന്റെ പങ്കും നിർണായകമാണല്ലോ. ഇപ്പോൾ അസാമിൽ മാറ്റുന്നു, നേതൃമാറ്റം വരുന്നു. 2 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതല്ല റിസൾട്ട്. അവിടെ ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഇതല്ല. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് ആശാവഹമല്ല. ആ ഒരു സാഹചര്യത്തിൽ അസമിൽ വേണമെങ്കിൽ ഒരു നേതൃമാറ്റം അങ്ങനെ പറയാം. പക്ഷെ അതിനെ കേരളത്തിലെ സാഹചര്യവുമായി എങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയും? മാത്രവുമല്ല, ഒരു സാമുദായിക ഇക്വേഷൻ ശരിയാക്കൽ എന്ന തരത്തിൽ ബലി കൊടുക്കേണ്ടയാളാണോ KPCC അധ്യക്ഷൻ? അദ്ദേഹത്തെ ബലി കൊടുക്കുന്നു എന്നൊരു ധാരണ വരുത്താതിരിക്കാനായിട്ടാണ് കഴിഞ്ഞ 1 മാസമായി തുടർച്ചയായി ചർച്ചകളും അത്തരം ഒരു പ്രക്രിയ വളരെ സജീവമായി നടക്കുകയും ചെയ്യുന്നുള്ളതാണ് എനിക്ക് ബോധ്യമാകുന്നത്. കാരണം കഴിഞ്ഞ 1 മാസമായി കഴിഞ്ഞ കുറെ നാളുകളായി വാർത്ത വരുന്നു. പക്ഷെ സുധാകരന്റെ കോൺഗ്രസിലെ രീതികൾ ലാൽകുമാർ പറയുന്നത് പോലെ ഒരാൾ കൂടി തീരുമാനിക്കുന്ന ഒന്നല്ലെന്ന് കോൺഗ്രസിനെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്ന 1-2 ദിവസങ്ങൾ കൊണ്ടല്ല, അത് നിരന്തരമായ നീണ്ട ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് CPM-ലെയോ BJP-ലെയോ പോലെ ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. അത് തുടർച്ചയായ വിചിന്തനങ്ങളിലൂടെ, ചിലപ്പോൾ ആശയ സംവാദങ്ങളിലൂടെ, ആശയവിനിമയങ്ങളിലൂടെ നടക്കുന്ന ഒരു നീണ്ട പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ചിലപ്പോഴൊക്കെ പാർട്ടിക്ക് ഗുണകരമാകാം, ചിലപ്പോഴൊക്കെ പാർട്ടിക്ക് ദൂഷ്യമാകാം. പക്ഷെ എങ്കിലും അത് വളരെ ഒരു നിരന്തരമായ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ പാർട്ടിക്ക് കഴിയുള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ കെ സുധാകരനെ മാറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ടല്ല. ഇപ്പോൾ BJP ക്രൈസ്തവ മേഖലകളിലേക്ക് കടന്നു കയറാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കേരളത്തിലെ കോൺഗ്രസിൽ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് ബോധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, കെ സുധാകരന് ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കൂടി മറികടക്കുവാൻ കഴിയുന്ന, അദ്ദേഹത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന ഒരു ഘട്ടത്തിലേക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കടക്കുന്നത്. അതിനെ കെ സുധാകരനെ ഒതുക്കുക എന്നൊക്കെ പറയുന്നത് CPM-ന്റെ ഒരു ദൃഷ്ടിയിലൂടെ മാത്രം കടന്നു പോകുന്നതുകൊണ്ട് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇതൊരു അടിയന്തര പ്രശ്നമോ അല്ലെങ്കിൽ നാളെ ഇതുകൊണ്ട് പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. ഇത് വിവിധ തരം കൂടുതൽ ആളുകളെ കോൺഗ്രസിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ, കോൺഗ്രസിന്റെ അടിത്തറ കൂടുതൽ വിശാലമാക്കുവാനുള്ള ഒരു സംവിധാനം മാത്രമാണ്, ഒരു ചർച്ച മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.